എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരുപാട് കിടിലൻ ആക്ടിവിറ്റികളുടെ ഹൈലൈറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രം കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാനിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഡേ 2ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രി എന്ന് പറയാൻ പറ്റില്ല, പുലർച്ചെ വന്ന വില്ലേജാണിത്. അപ്പോൾ വില്ലേജിലെ കാഴ്ചകൾ കാണിച്ചിട്ടാ നമുക്ക് കിടിലൻ സംഭവങ്ങളാണ്. കസാക്കിസ്ഥാനിലെ തനത് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഞങ്ങൾ അവിടെയുള്ള ലോക്കൽ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ ഏകദേശം 19 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു ബസ്സിൽ സാറ്റി വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജ് കാണാൻ വന്നോക്കാണ് കേട്ടോ. ഇവിടെ താമസിക്കുന്നുണ്ട് നമ്മൾ 2 ദിവസം. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വരാന്ത, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ഹാള് നിങ്ങൾക്ക് കാണാം. ഈ ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീട്ടിലൊക്കെ കാണൂലേ, നമ്മൾ ഹോം സ്റ്റേ സെറ്റപ്പാണ് ഇത് ആക്ച്വലി കേട്ടോ. നമ്മൾ ഈ ഒരു 6 ദിവസത്തെ പാക്കേജിൽ 3 ഡിഫറെൻറ്റ് ഹോട്ടലുകളിലും താമസിക്കുന്നുണ്ട്. 2 ദിവസം നമ്മൾ ഇവരുടെ ലോക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്ന് നോക്കാൻ കേട്ടോ. ഇപ്പം ആദ്യം കണ്ടത് ടോയ്ലറ്റാണ്, അപ്പുറത്ത് ഷവറിൻ്റെ ഏരിയ ഉണ്ട്, അത്യാവശ്യം ഹീറ്ററും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലൊരു വീടിന് അതേ സെറ്റപ്പ് തന്നെ നമുക്ക് പറയാമെന്ന് പറയില്ലേ. പക്ഷേ ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ താമസിക്കുന്ന അവരുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ അടുത്തറിയാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ബുക്ക് ചെയ്ത് കേട്ടോ. 2 ദിവസത്തെ പാക്കേജാണ് ഇവിടെ വരുന്നത്. ടൂറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ബഡ്ജറ്റിൻ്റെ ആയിട്ടുള്ള വീഡിയോയിൽ കിടലിനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ താമസിക്കുന്ന ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 പേർക്ക് കിടക്കാനുള്ള കിടക്കയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ 2-3 റൂമുകൾ വേറെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ വന്ന ബാക്കി ഫാമിലീസൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ബാത്റൂമേ ഉള്ളൂ. അത് നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ടൈമിംഗ് ഒക്കെ മാനേജ് ചെയ്ത് വേണം യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമാണ് ഈ ഒരു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇപ്പം നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ആ ഒരു സ്ട്രീറ്റിൻ്റെ ഭംഗിയും കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തിറങ്ങി വന്ന് നോക്കാൻ കേട്ടോ. ഏകദേശം ഇപ്പോൾ സമയം രാവിലെ 6 മണിയാണ്. രാവിലെ 9 മണിക്കാണ് ഇവിടുന്ന് വണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു 8 മണി 8:30 ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ബാത്റൂം പറഞ്ഞല്ലേ ഉള്ളൂ. നേരത്തെ കാര്യങ്ങൾ കഴിക്കാമെന്ന് കരുതിയിട്ട് 6 മണിയായപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് ബാത്റൂമിലൊക്കെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നതാണ് കേട്ടോ. ആരുമില്ല റോട്ടിൽ, നല്ല തണവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ കേട്ടോ. നമ്മുടെ കൂടെ താമസിക്കുന്ന മറ്റ് ഫാമിലിയും ടീംസൊക്കെയാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത്. നമുക്ക് ലോക്കലായിട്ടുള്ളൊരു അമ്മൂമ്മ കണ്ടില്ലേ, ആ അമ്മൂമ്മയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തരുന്നത് കേട്ടോ. അവരവരുടെ ഭാഷയിൽ വന്നിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കസാക്കിസ്ഥാൻ ട്രഡീഷണൽ ഫുഡ്, അവരുടെ സ്പെഷ്യൽ ചായ, വലിയൊരു കോപ്പയിലൊക്കെയാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത്. നമ്മളേ രാവിലെ ഓഫ് റോഡിങ് പോണ വണ്ടി ഇതാണ് കേട്ടോ. കിടില വണ്ടിയില്ലേ, പഴയ മറ്റേ USSR ഏതോ വണ്ടിയാണെന്നുണ്ട്. പോലീസാണ് അതിൻ്റെത്, കലിപ്പ് മൂട് എന്ന് പറയില്ലേ, അതൊരു വണ്ടി ഓഫ് റോഡൊക്കെ പോണക്കില്ല വണ്ടിയാണ്. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് സീറ്റൊക്കെ പിടിച്ചിരിക്കട്ടെ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പുറപ്പെട്ടിട്ട് പോവാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ കൈൻജി ലേക്കിലേക്ക് കുഞ്ഞു ഗ്രൂപ്പുകളായിട്ട് ഇതുപോലുള്ള ഓഫ് റോഡ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ ഓഫ് റോഡ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കൈൻജി ലേക്കിൻ്റെ അവിടെ എത്തിയേക്കാട്ടോ. നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നലെ രാത്രി അൽമാട്ടിയിൽ നിന്ന് ട്രിപ്പ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇൻസ്ട്രക്ഷനൊക്കെ പോയിട്ട് നിൽക്കാം. ആദ്യം ഒരു റഷ്യനിലാണ് പറയാം, കാരണം പകുതി 3/4 ആൾക്കാരും റഷ്യക്കാരാണ്, കുറച്ച് പേര് മാത്രമേ നമ്മൾ ഇന്ത്യക്കാരുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇംഗ്ലീഷിലും പറയും. അങ്ങനെ നമ്മൾ ഈ ചേട്ടൻ്റെ കൂടെ കുതിരയുടെ അടുത്തേക്ക് പോവാട്ടാ. ഇവിടെ നിന്ന് കുതിരേമ കയറും. നമ്മൾ 3 കുതിരേമ കയറുന്ന പറഞ്ഞേക്കണം. ഈ അപ്പാപ്പനെ നമ്മളെ കൊണ്ടുപോകണേ. അങ്ങനെ ഓരോരുത്തർ അവരവരെ കുതിരേനെ കൊണ്ട് പോവാട്ടാ. നമുക്ക് കയറാം. നമ്മളിവിടെ കുതിരേമ കയറാൻ നിൽക്കുന്നുണ്ട്. കുതിരേമ നമ്മൾ കയറാൻ പോട്ടെ. കുതിരേമ ഇതുമെന്ന് ചവിട്ടിട്ട് കയറാനാവുമാ വണ്ടിമേ. അലമ്പ് കുതിര ഇവിടെ നിൽക്കട. നീ ഒരു 1 2 3 കയറണ്ടാവുമാ. ഞങ്ങളേ ഞാൻ അന്മേരിയും താഴെ കേട്ടാ. ഞങ്ങളുടെ ചവിയും കുതിരയുടെ മുകളിൽ കയറി ഇരിപ്പായി. എങ്ങനത്തെ നോക്കണം. ലെഫ്റ്റ് വയ്ക്കുക. ആ വടിയുമ്പോൾ പിടിച്ചിട്ട് ഒറ്റ ചാട്ടം. അമ്മ ചടി കയറിയോ? കൊന്തിച്ചോക്കി, കാര്യം കൊന്തിച്ചോക്കി. ലെഫ്റ്റ് കാല് ചവിട്ടുക, അതിനാകുമ്പോൾ പിടിക്കുക, ഒറ്റ ചാട്ടം മുകളിലേക്ക്. റെഡി 1 2 3 പൊന്തിച്ചേക്ക്. അന്മേരി സ്ട്രോങ് ആണല്ലോ. അപ്പുറത്തെ കാലം അതേപോലെ തന്നെ ചേട്ടാ. പൊന്നോ കുതിരയെ വെള്ളം കുടിക്കാൻ വന്നതറിയോ? കുതിരയ്ക്ക് നല്ല പണിയാ. ഓരോരുത്തരുടെ ബാക്കിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തൊട്ട് ബാക്കിൽ ഒരു കുതിര വന്നിട്ടുണ്ട് കേട്ടാ.
ഇവിടെ ഒരു കോമഡി ഉണ്ടായതേ, നമ്മൾ കയറിയ 3 കുതിരകള് അവിടെ ആ കാട്ടുമുക്കിലേക്ക് കുറച്ച് പുല്ലൊക്കെ തിന്നാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടാ. അപ്പൊ കൂടുതലുള്ള ബാക്കി എല്ലാ കുതിരകളും നടന്നു പോയി. നമ്മൾ വിചാരിച്ചത് എന്താ പോവാത്തത്. നമ്മുടെ കുതിരക്കാരൻ അപ്പാപ്പനെ അവിടെ വണ്ടിക്കാരോട് ഒന്ന് വർത്താനം പറയുകയായിരുന്നു. കുതിരയ്ക്ക് അത് മനസ്സിലായിട്ടാണ് കുതിര അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് പുല്ലൊക്കെ തിന്നാൻ നിന്നത്. പക്ഷെ നമ്മൾ ഈ വള്ളി പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടും കുതിര അനങ്ങുന്നില്ല. ബാക്കി എല്ലാ കുതിരകളും പോകുന്നുണ്ട്. നമ്മൾ എന്ത് പറ്റിയെന്ന് വെച്ച് നമ്മൾ ആകെ സ്റ്റക്കായിരുന്നു കുറച്ചു നേരം. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പാപ്പൻ ഓടി വന്ന് നമ്മുടെ ഒരു കുതിരയുടെ പുറത്ത് ചാടി കയറി. അപ്പം നമ്മളും നമ്മുടെ കുതിരകളും എല്ലാവരും കൂടി മലയൊക്കെ ഇങ്ങനെ കയറി മലയുടെ അഡ്ജിൻ്റെ അടുത്തോടെയാണ് കേട്ടോ പോണത്. താഴത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭയങ്കര ആഴത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അവിടെ കുതിരയൊക്കെ വരണണ്ടില്ലേ, അതിനെ തൊട്ടപ്പുറത്ത് കണ്ടാ കുഴി കൊക്കയാണത്. റെജിയാതെ കുതിരയെ പേടിച്ചിട്ടാ വരണേ. ഈ അപ്പാപ്പനെ രാവിലെ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് കുതിരയ്ക്ക്. കുതിര കണ്ണി കണ്ട കരട് മുഴുവൻ പറക്കി തിന്നാൻ പോവാ. നമ്മുടെ കുതിരനെ എല്ലാ കുതിരകളും വെട്ടിച്ച് കൊണ്ടിട്ടാ. നമ്മുടെ ഒരു അപ്പാപ്പൻ പാവാ, അയാളെ പതുക്കെ കൊണ്ടുപോകണല്ലോ. പിള്ളേരായതുകൊണ്ട് ഔട്ടാ ചിലപ്പോൾ. ബാക്കിയുള്ളവരുടെ കുതിരയൊക്കെ ഇത്തിരി കൂടി സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ 3ാമത്തെ സെറ്റായി പോണു. താഴെ കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വരെ വണ്ടി വരണത് കേട്ടാ. ഈ കുതിരപ്പുറത്ത് കയറാൻ പേടിയുള്ളവരൊക്കെയാണ് ആ വണ്ടിയിൽ വന്നിട്ട് അവിടെ ഇറങ്ങണത്. പക്ഷേ പിന്നെയും നോക്ക് നല്ലോണം ദൂരം നടക്കാണ്ട് കേട്ടാ. അത് ഈ മഞ്ഞിക്കൂടെ നടക്കണം. പക്ഷേ രസം കേട്ടാ കുതിരയുടെ പുറത്ത് ഇങ്ങനെ കയറി നിന്ന് പോവാന്ന് പറഞ്ഞു. ഹലോ, ഇത് നമ്മുടെ കൂടെയുള്ള കേട്ടാ, നമ്മുടെ ടൂർ കമ്പനിയുടെ ആളാ. പക്ഷേ രസം കേട്ടാ ഇല്ലേ, അടിപൊളി എക്സ്പീരിയൻസ് ആണത്. നിങ്ങൾ കസാക്കിസ്ഥാൻ വരുന്ന ആൾക്കാരാണെങ്കിലേ നിങ്ങൾക്ക് ബഡ്ജറ്റ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് കേട്ടോ. മുകളിലെത്തിയിട്ട് നമ്മൾ താഴെയൊക്കെ മഞ്ഞൊക്കെ ഉരുകിയിട്ട് കുറേയൊക്കെ ചെളിയായി, എന്നാലും സൈഡിലൊക്കെ നിറച്ച് മഞ്ഞുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ നമ്മളിപ്പോൾ കയറി വന്ന മല മുഴുവൻ ഈ ഒരു കുത്തനുള്ള ഇറക്കം കുതിരകൾ മുഴുവൻ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 മിനിറ്റ് സ്ലോ ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുത്തനുള്ള ഇറക്കം ഇറങ്ങാനാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവരതിനെങ്ങനെ ഇരിക്കണം, ചാരി ഇരിക്കണം, ബാക്കിലോട്ട് ഇരിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ കുതിര കുത്തനുള്ള ഇറക്കം കൂടുകൂടാന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു കിളി പോകുന്ന സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ കുതിര പുറത്തിരുന്ന് പരിചയമില്ലല്ലോ. കുതിരയ്ക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലെങ്കിലും മുകളിലിരിക്കണം നമുക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ താഴത്തോട്ട് ഇങ്ങനെ കുത്തനെ ഇറങ്ങി നമ്മൾ ഏകദേശം ഇപ്പോൾ കൈൻഡിയിലേക്ക് എത്താറായിട്ടാണ്. ആ താഴെ കാണുന്ന വെളുത്ത കളർ മഞ്ഞ് പോലെ കാണുന്നില്ലേ, ഇത് മുഴുവൻ വെള്ളം തണുത്തുറഞ്ഞ് കിടക്കുന്ന കിടിലൻ കൈൻഡിയിലേക്കാണ് കേട്ടോ. നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, കുതിരപ്പുറത്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് കേട്ടോ കുതിര സവാരി എന്ന് പറയുന്നത്. 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു വരാം, അല്ലെങ്കിൽ പകുതി ദൂരം ബസ്സിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരം നടന്നു വരാം. ബസ്സിൽ വരികയാണെങ്കിൽ ഒരാൾക്ക് 1000 ടെങ്കി കൊടുക്കണം. കുതിരപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു കുതിരയ്ക്ക് 7000 ടെങ്കിയാണ് അവർ ചാർജ് ചെയ്തത്. അപ്പം നമ്മൾ 4 പേര് കൂടി 3 കുതിര എടുത്തപ്പോൾ 21,000 ടെങ്കി വന്നു. പിന്നെ നമ്മൾ 22,000 ടെങ്കിയാണ് അപ്പാപ്പന് കൊടുത്തത്. കാരണം മൂപ്പര് നമ്മളെ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു, നമുക്ക് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കുതിരപ്പുറത്തു നിന്നൊക്കെ ഇറങ്ങി ഏകദേശം കുറച്ച് ദൂരം നമുക്ക് താഴത്തോട്ട് നടക്കാനാണ് കേട്ടോ. ഒരു 5-6 മിനിറ്റ് നടന്നാൽ മാത്രമേ നമ്മൾ കൈൻഡി ലേക്കിൻ്റെ ഏറ്റവും താഴത്തുള്ള ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂ കേട്ടോ. ഈ കൈൻഡി ലേക്കിൻ്റെ അടിയിലെത്തിയിട്ടാ ഈ ബാക്കിൽ കാണുന്നില്ലേ, അതാണ് കൈൻഡി ലേക്ക് ഞാൻ കാണിച്ചത്. ഇപ്പോൾ റിജിയാൻവരൊക്കെ നിൽക്കുന്നുണ്ട് ബാക്കിൽ, ഇങ്ങനെ വെള്ള കളറിൽ കാണുന്നില്ലേ, ഇത് ആക്ച്വലി ഒരു ലേക്കാണ് കേട്ടോ. 1911 വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ഈ മല കിടിഞ്ഞ് വീണ് അങ്ങനെ ഉണ്ടായ ഒരു ലേക്കാണ് കൈൻഡി ലേക്ക് കേട്ടാ. ഇതിന്റെ നടുവിൽ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അന്ന് നശിച്ച മരങ്ങളാണ്. പക്ഷെ ഈ വെള്ളത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ലേക്കിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞൊക്കെ പോയിട്ട് വെള്ളമായിട്ടാ കണ്ടില്ലേ, നല്ല പച്ച കളറിൽ കിടിലൻ വെള്ളമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവർ പറഞ്ഞത് ഐസിൽ ഇറങ്ങാൻ പറ്റില്ല, ഇതൊക്കെ വെള്ളമായി തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ മരങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. ബോട്ടിങ് ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു അല്ലേ. അതിൻ്റെ മുമ്പിൽ വീഡിയോ എടുക്കാൻ നിൽക്കാട്ടാ, അടിപൊളിയായില്ലേ. നമ്മുടെ ബാക്കിൽ ലേക്ക് കാണാം, പെൺമരങ്ങൾ കാണാം, ഐസൊക്കെ മാറിയത് വെള്ളവും ഐസും സെപ്പറേറ്റ് കാണാം കേട്ടോ നമുക്ക്. സൂപ്പറായിട്ടല്ലേ. അങ്ങനെ നമ്മളെ കൈൻഡി ലേക്കൊക്കെ കണ്ട് പുറത്ത് മഞ്ഞിലൊക്കെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, നോക്കി കഴിഞ്ഞാൽ വീഡിയോ ഫോട്ടോ ഒക്കെ കാണാം. ഷൂമൊക്കെ നിറച്ച് ചെളിയാണ് നമ്മുടെ അവിടെ, അത്യാവശ്യം ചെളി വിളിയായിട്ടേ. ഷൂ ഒക്കെ എന്നിട്ട് മഞ്ഞിലുറച്ച് ഷൂമത്തെ ചെളിയൊക്കെ ഒരുവിധം കളഞ്ഞു. ഈ മുകളിൽ ചെന്നിട്ട് കുതിരേമ കയറിയിട്ട് വേണം വീണ്ടും അടുത്ത ലൊക്കേഷൻ പെട്ടയ്ക്കാൻ. കുതിരേമ കയറിയത് ഭയങ്കര ഇഷ്ടമുണ്ട് രജിക്കാൻ വരിക്കൊക്കെ. എന്താ അഭിപ്രായം കുതിരേമ കയറിനെ പറ്റിയിട്ട്? കുതിര ഒരു വഴിക്ക്, ഞങ്ങളൊരു വഴിക്ക്, ബാക്കി കുതിരകളൊക്കെ വേറെ വഴിക്ക്. കുതിര പിന്നെ വർത്താനം പറയാത്തതിന് കുഴപ്പമില്ലട്ടല്ലേ, ചിലപ്പോൾ
കുതിര ചീത്ത പറഞ്ഞ ഞാൻ പൊക്കൊണ്ട് പറഞ്ഞിട്ട് കുതിരയുടെ പുറത്ത് കയറിയിട്ട് കാട്ടിലെത്തിയിട്ടാ കുതിരയ്ക്ക് വിശന്നിട്ടെന്നുണ്ട്. ബാക്കി എല്ലാ കുതിരയും പോയി. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ലൂസിഫറിൽ പൃഥ്വിരാജ് ഓടിക്കണമല്ലോ ബായ്ജാൻ വിളിക്കന്നെ. ഒരു ബായ്ജാനും വരുന്നില്ല. ലാസ്റ്റ് ബാക്കിൽ വന്ന് വേറൊരു ഗൈഡ് പറയണേ, അതിനാണ് ആ വള്ളി കൊടുത്ത് നോക്കണം. വള്ളി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിച്ച കുതിര അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പൊക്കോളൂ. നിങ്ങൾ അതിനനുസരിച്ച് തിരിച്ച് പൊക്കോളൂ. നമ്മൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാടാ. ഇനി കുതിരമ്മ കയറിയിട്ട് വേണം അടുത്ത ലൊക്കേഷനിൽ പോവാം. ഇവിടെ നിന്നാണ് മഞ്ഞൂരിക്ക് വെള്ളമായിട്ട് വരണത്. സാവിയാൻ മേരി റേച്ചൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചേ വീണ്ടും കുതിരമ്മ കയറാൻ നോക്കട്ടാ. വേണ്ടേ ഇറങ്ങിയ കയറ്റം കയറാൻ പോവാ. നീ ഫ്രണ്ടിക്ക് ചാഞ്ഞിരുന്നോ? അതിന് ബാക്കിലേക്ക് അല്ലടാ ഫ്രണ്ടിലേക്ക്. കുതിരപ്പളേ നമ്മൾ നേരത്തെ ഇറങ്ങിയില്ലേ കുത്തനുള്ളൊരു ഇറക്കം. ആ ചാനപ്പോൾ കയറിയോണ്ട് കേട്ടാ. കുതിര അങ്ങനെ ആഞ്ഞ് കയറുന്നുണ്ട് പാവം. കുതിരയുടെ കാലിലടിയിലൊക്കെ മറ്റേ കുളമ്പൊക്കെ അടിച്ച് കുട്ടപ്പനൊക്കെ വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ. കണ്ടാ ഈ എഡ്ജി കൂടെ പോണേട്ടാ. ഇവിടെ കാനിയോൺ പോലത്തെ വെള്ളം പോണ സ്ഥലമുണ്ട് അവിടെ ബാക്കിൽ. നമ്മളതിൻ്റെ എഡ്ജി കൂടെ പോകണം. അവിടെ തൊട്ടപ്പുറത്ത് എഡ്ജാണ്. അവിടെ റജിയുടെ കുതിര വരുന്നുണ്ട് പടച്ച്. നമുക്ക് ഏകദേശം 2-3 മണിക്കൂർ സമയം ഇവിടെ ടൂർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നടന്ന് വേണമെങ്കിൽ പോവാം, ബസ്സിൽ വേണമെങ്കിൽ പോവാം, കുതിരപ്പുറത്ത് വേണമെങ്കിൽ പോവാം. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തത് കുതിരപ്പുറത്ത് പോകാനുള്ള ഓപ്ഷനാണ്. കാരണം വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളിതിനെ കണ്ടത്. കാരണം ഒരു മഞ്ഞുമലയുടെ മുകളിൽ ഇങ്ങനെ ഓപ്പണായിട്ട് കുതിരപ്പുറത്ത് പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ആ ഒരു റൈഡ് പോസിബിൾ ആവണമെന്നില്ല. നമുക്ക് ബസ്സിൽ പോണതും ട്രക്കിംഗ് ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഒരു 7 വയസ്സായ കുട്ടീനെയും കൊണ്ട് നമ്മൾ പോയി ഒരു 75-80 വയസ്സുള്ള അപ്പാപ്പനും അമ്മാമ്മയും പോലും കുതിരപ്പുറത്ത് പോകുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് കുതിരപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വണ്ടിയിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന റൂട്ട് അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് കേട്ടോ. കുതിരപ്പുറത്ത് പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ ഓഫ് റോഡിൽ പോകാൻ. നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ ഓഫ് റോഡിൽ അവിടെ വരെ എത്താന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുതിരപ്പുറത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ആക്ഷൻ 4 ക്യാമറയിൽ പിടിച്ചതായതുകൊണ്ട് ഇതിന് അത്ര വലിയ കുലുക്കം തോന്നുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി നല്ല കുലുങ്ങി പോകുന്ന ഓഫ് റോഡ് യാത്രയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താമസിച്ചിരുന്ന ആ ലോക്കൽ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇവിടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിവിടുന്ന് ഒരു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത കോൾസായി ലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോൾസായി ലേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മൊത്തം ഗ്രൂപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. 5 മണി വരെ നമുക്ക് സമയമുണ്ട്. ഏകദേശം 2-2.5 മണിക്കൂർ സമയം ഇവിടെ തന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഒരു വ്യൂ കാണിച്ചിട്ടാ. പിന്നെ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. ഇനി തൊട്ടിപ്പുറത്ത് ഭയങ്കര ആഴത്തിലുള്ള സ്ഥലമൊക്കെ കാണാം കേട്ടോ. മഞ്ഞും വെള്ളം കുറവാണ്. ഇനി ഈ പൈൻമരത്തിൻ്റെ അടിയിലൊക്കെ മഞ്ഞാണ്. ഈ മരങ്ങളിങ്ങനെ നിൽക്കണ നമുക്ക് കാണാനില്ല. ഈ അറ്റത്ത് താഴെ കാണുന്ന സംഭവമാണ് കേട്ടോ കോൾസായി ലേക്ക് എന്ന് പറയണത്. കണ്ടല്ലേ മൊത്തം ഇങ്ങനെ വെള്ള കളറിൽ ഐസ് കട്ടായിട്ട് നിൽക്കുന്നത്. സൂപ്പറായിട്ട് കേട്ടോ അടി. അങ്ങനെ നമ്മൾ കോൾസായി ലേക്കിൻ്റെ ഓൾമോസ്റ്റ് അടി വരെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും കുറച്ച് സ്റ്റെപ്പ് താഴത്തേക്ക് പോകാണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് പോവാം. അവിടെ പോയി ആ പാലൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊക്കെ പോയിട്ട് വരാം. നമുക്കിനി 3 മണിയിലായിട്ടുള്ളൂ. 5 മണി വരെ സമയമുണ്ട്. 1.5 മണിക്കൂർ മിനിമം ഉണ്ട്. അപ്പോൾ താഴേക്ക് പോയിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോഴേ ഓൾമോസ്റ്റ് നടന്ന് താഴത്തെത്തിയിട്ടാ. ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട് കണ്ടല്ലേ. മോളിൽ നിന്നുള്ള സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഇവിടെ എത്തി. ഇവിടെ ഓൾമോസ്റ്റ് നമ്മളൊരു പാലം ഉണ്ട് ഇവിടെ അടുത്ത്. ആ പാലത്തുമ്മയ്ക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പോണത്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. ആ പാലത്തിൻ്റെ അടുത്ത് ഐസൊക്കെ മാറി വെള്ളമായി തുടങ്ങി. അപ്പുറത്തൊക്കെ ഐസ്. ഇവിടെ നീ മഞ്ഞൂരിക്ക് ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോണത് കാണാം കേട്ടോ. വെള്ളം ഒടുക്കുന്നൊരു സൗണ്ട് കേൾക്കാല്ലേ. പിന്നെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടില്ലേ ഇങ്ങനെ കാണാൻ. അങ്ങനെ നമ്മളെ ഓരോ ഫോട്ടോ സ്പോട്ടിൽ വന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടാ. ബാക്കി നല്ല തണുത്തറിഞ്ഞ ലേക്ക് കാണല്ലേ. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. തിരിച്ച് ടാക്സിയിൽ പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് റജി ആ മുകളിൽ നിന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നത്. കാരണം തിരിച്ച് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറണ്ടേ. അത്യാവശ്യം ഹൈക്കിങ് ഉണ്ട് കേട്ടോ. നല്ല മഞ്ഞുണ്ട്. ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ കംപ്ലീറ്റ് മഞ്ഞ്. ഇവിടെ വന്നാൽ ഞങ്ങളിങ്ങനെ തണലത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ നോക്കിയാലേ നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല കേട്ടോ. അവിടെ നല്ല ഐസ് കട്ട. അപ്പം മുകളിൽ 2 കാക്കകൾ നടക്കുന്നുണ്ട്. കാക്കകൾക്ക് ഐസിൻ്റെ മുകളിലൊക്കെ പുട്ട് പോലെ നിറയണം കണ്ടാ. കാക്ക കയറണ സൗണ്ട് കേട്ടാ. മഞ്ഞിൽ കാക്കിണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാലും അടിപൊളിയുണ്ട്. കാക്ക എല്ലായിടത്തും ഉണ്ട് കേട്ടോ. തിരിച്ച് പാലൊക്കെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളേ ഓരോ ചായ കുടിക്കാട്ടാ. കാപ്പിച്ചീനോ ഹോട്ട് ചോക്ലേറ്റൊക്കെ കുടിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് വണ്ടി മുകളിലേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നടന്നു വന്നാലും മുകളിലേക്ക് നടന്ന് കയറണമെന്നില്ല. ഒരാൾക്ക് 500 ടെങ്കി. അപ്പോൾ 2000 ടെങ്കി വരും. 2000 ടെങ്കി എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും താഴെ കൊടുക്കാം കേട്ടോ. 2000 ടെങ്കി ദൂരമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത്ര സ്റ്റെപ്പ് കയറേണ്ടതെന്ന് മാത്രം. നമുക്ക് എത്ര നേരം ഇവിടെ നിന്ന്
എൻജോയ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി മാത്രം. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമ്മളേ ഈ അപ്പാപ്പൻ്റെ വണ്ടിയിൽ അപ്പുറത്ത് ഈ പോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കോൾസായ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വണ്ടി ഇറങ്ങിയില്ലേ, ആ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. നിങ്ങൾക്ക് നടന്ന് വേണമെങ്കിൽ പോകാം ഫിസിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ അത്യാവശ്യം വലിയൊരു മല കയറാവുന്ന അത്ര ഹൈറ്റ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കോമ്പി വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഒരാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 500 ടെങ്കിയാണുള്ളത്. 2 മിനിറ്റ് കൊണ്ട് അവർ മുകളിലെത്തിക്കും. പക്ഷെ നമ്മൾ നടന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വയ്യാണ്ടാവും. നല്ല കുത്തനുള്ള കയറ്റാണ് കയറാനുള്ളത്. അപ്പം നമ്മൾ കോമ്പിയിൽ വന്ന് മുകളിലെത്തി കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. നമുക്ക് കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. റമദാൻ ആയതുകൊണ്ടാണെന്നറിയില്ല, കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ് ആണ്. ലോക്കൽ ഒരു ചായക്കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് നോക്കട്ടെ, ചായ കാപ്പി കടി കസാക്കിസ്ഥാൻ ചായയും കാപ്പിയൊക്കെ എന്താ സംഭവം നോക്കാം. ദിസ് ഈസ് വാട്ട് inside potato. ഓക്കെ. ലൈക്ക് കസാക്കിസ്ഥാൻ ചായ ഇവരിങ്ങനെയാണ് കേട്ടോ. അടുത്ത് വെച്ചോ, ഇരുട്ടായാലും കാണുന്നില്ലെന്നുണ്ട്. നമ്മളേ കോൾസയിലേക്ക് ഓൾമോസ്റ്റ് തിരിച്ചു പോകാറായിട്ടാ. ഇപ്പോൾ സമയം 4:45. 5 മണിക്കൂടെ ബസ് പുറപ്പെടും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്ന സമയത്തൊക്കെ നല്ല നോർമൽ ടെമ്പറേച്ചറായിരുന്നു. പെട്ടെന്ന് ഒരു 4 മണിക്ക് ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പോൾ എല്ലാവരും സ്വെറ്ററൊന്നും എടുക്കേണ്ട വന്നുകൊണ്ടേ എല്ലാവരും 5 മണിക്ക് പോകുന്ന ട്രിപ്പിന് 4:30 ആകുമ്പോഴത്തേക്കും ബസ്സിലെത്തി. എല്ലാവരും ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ടാ. നമ്മളങ്ങനെ പോകുന്ന വഴിയിലൊരു മാർക്കറ്റിൽ നിർത്തിയതാട്ടാ. നമുക്ക് വൈകിട്ടേ ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയറിന് കഴിക്കാനുള്ള സ്നാക്സും സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ഗ്രോസറിയിൽ കയറിയൊക്കെ കേട്ടോ. ഒരു കുഞ്ഞി ഷോപ്പ് നോക്കാം എന്നുള്ളതെന്ന് വെച്ച്. നമ്മുടെ നാട്ടിൽ സാധനമാണ് എന്താണെന്നറിയില്ല കേട്ടോ. എന്തോ ഒരു സംഭവമാണത്. എന്തോ മിഠായ കുട്ടികളെ. ആ വെരി ഗുഡ്. Now we understand. This one sweet? 120. I'll try. This horse milk or? Good luck. Let's try. സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ലേസ്, കൊക്കക്കോള, ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരുപാട് ലോക്കൽ ബ്രാൻഡ്സ് ഉള്ള ഇവരുടെ അടുത്ത്. അവരുടെ ലോക്കൽ ടൂറിസം അല്ലെങ്കിൽ ലോക്കൽ വ്യവസായം പ്രൊമോട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ആട്ടാ. ഇത് ഇവിടുത്തെ ലോക്കൽ വില്ലേജ് ആട്ടാ. അപ്പോൾ നമ്മൾ പോണത് ഞാൻ മോളിക്കേക്ക് കാണിച്ചു തരാട്ടാ. കണ്ടില്ലേ ഇവിടുത്തെ ലോക്കൽ വീടുകൾ, പുക പോണ ചിമ്മിണിയൊക്കെ കാണാം. ഇവിടെ ബാക്കിൽ മഞ്ഞുമലകൾ കാണാം. ഇവിടുത്തെ നോർമൽ ആൾക്കാരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ്. ക്യാമ്പ് ഫയറിൽ പോകുമ്പോഴേ എല്ലാവരും ഇഷ്ടമുള്ള കഴിക്കാം. ആൽക്കോൾ കഴിക്കുന്നവർക്ക് ആൽക്കോൾ കഴിക്കേണ്ടി എന്ത് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ അവരവർ മേടിച്ചുകൊണ്ട് വരുന്നത് മാത്രം. അവർ കുറച്ച് ഫയർ സെറ്റപ്പാക്കി പാട്ടൊക്കെ വെച്ച് വരുന്നത് മാത്രം. അപ്പോൾ പിള്ളേർ വെറുതെ ഇരിക്കല്ലേ. പിള്ളേർക്ക് കുറച്ച് ചിപ്സ് കുറേ കയറ്റുന്നു. ട്രിപ്പിൽ പോകുമ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഏകദേശം 3500 ടെങ്കി ആയിട്ടാ ഇത്ര സാധനം മേടിച്ചിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. വീട് ഇതിൻ്റെ തൊട്ടടുത്താന്ന് പറഞ്ഞ് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീട് ഇതാട്ടോ. ലോക്കൽ ടീമിൻ്റെ വീട് ഇതാണ്. ഇവിടെ പഴയ അവരുടെ വീടുണ്ട്, അപ്പുറത്ത് അവരുടെ പുതിയ വീടുണ്ട് കേട്ടോ. ഇതവർ ബിസിനസ് പോലെ നമ്മളൊക്കെ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ താമസിപ്പിക്കുന്ന സ്ഥലം. ഇതവരുടെ സ്വന്തം വീട്ടിട്ടാ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി. രാത്രി ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യാമ്പ് ഫയറും പാർട്ടിയും പരിപാടിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ ആക്ച്വലി ക്യാമ്പ് ഫയറിന് പോയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7:30 തന്നെ ബസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 7:30 ബസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 7 മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ പിന്നെ കുട്ടികളൊക്കെ വയ്യാണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയറിന് പോയില്ല. നമ്മുടെ കൂടുതൽ ആളുകൾ പോയിട്ട് അതിൻ്റെ വീഡിയോ അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടിയും അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിൽ കൊണ്ടുവന്ന ഫുഡും ഡ്രിങ്ക്സും മാത്രം നമ്മൾ മേടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. Day 3 ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിൻ്റെ മുൻപത്തെ എപ്പിസോഡ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ Day 1 ഉം 2 നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് പ്ലേലിസ്റ്റിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ കയറി നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.